Hi everyone. In the previous class, we have come across the functional programming language and LISP function, etc. In this class, we will be studying what is predicate function and its remaining topic. Predicate function എന്ന് പറയുമ്പം EQ and a question mark ആണ് അതിൻ്റെ symbol എന്ന് പറയുന്നത്. Basically, it takes two expression as parameters and returns true if both the parameters yield the same pointer value, else it will be returning false. So here you can see a quote function with a and another quote function with a. So both these two are equal and hence they will be yielding true. ഈ കേസിൽ വരുമ്പം ഒന്ന് എ ഒന്ന് ബി യു ആണ്, അതുകൊണ്ട് തന്നെ അത് ഫോൾസ് ആണ് ഈൽഡ് ചെയ്യുന്നത്. ഇവിടെയും എ വെച്ച് ബാക്കിയുള്ള എയും ബിയും കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതൊരു ലിസ്റ്റാണ് ഫോർമേഷൻ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അത് ഫോൾസ് ആണ്. ഹിയർ ഓൾസോ സെയിം കേസ്. ഇവിടെ എ ഉണ്ട് ബി ഉണ്ട്, എ ഉണ്ട് ബി ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എ ബി ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ഫോൾസ് ആയിരിക്കും, ഇവിടുത്തെ എ ബി ചെക്ക് ചെയ്യുകയാണെങ്കിലും ഫോൾസ് ആയിരിക്കും. ബട്ട് ഇവിടുത്തെ എയും ചെക്ക് ചെയ്യുമ്പോൾ ട്രൂ ആണ്, ഇവിടുത്തെ ബിയും ചെക്ക് ചെയ്യുമ്പോൾ അത് ട്രൂ ആണ്. ഹിയർ ഓൾസോ സെയിം, ട്രൂ ഓർ ഫോൾസ്. ഓക്കെ, ഇനി ഇ ക്യു വി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ട ഇ ക്യു പോലെ തന്നെയാണ്, ബട്ട് സിംബോളിക് ആൻഡ് ന്യൂമറിക്കൽ കേസിന് മാത്രമാണ് ഇത് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ബേസിക്കലി എ വാല്യൂ ദാറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ കമ്പാരിസൺ ആൻഡ് നോട്ട് എ പോയിന്റർ കമ്പാരിസൺ. സോ ഇ ക്യു വി 3 എന്ന് പറയുമ്പോൾ നമ്മൾ വാല്യൂ വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം വാല്യൂ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കറക്റ്റ് ആണ്. ഇവിടെ A3 എന്ന് പറയുന്നത് എ ഒരു വാല്യൂ ആണ്, 3 വേറൊരു വാല്യൂ ആണ്, അതുകൊണ്ട് തന്നെ അത് ഫോൾസ്. ഇവിടെ 3 and 4 that is 3.4. സോ 3 + 0.4 ഈൽഡ് ചെയ്യുന്നത് 3.4 തന്നെയാണ്, അതുകൊണ്ട് തന്നെ ഇത് ട്രൂ ആണ്. ദെൻ യു ഹാവ് 3.0 and 3, ഇതും ട്രൂ ആണ്. ഇത് ഫോൾസ് ആണ്, കാരണം ഒന്ന് ഫ്ലോട്ടും ഒന്ന് ഇൻറ്റീജറും ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഫോൾസ് ആണ് വരിക. സോ ദിസ് ഇസ് വി ആർ പെർഫോമിങ് വാല്യൂ കമ്പാരിസൺ ആൻഡ് നോട്ട് ദ പോയിന്റർ കമ്പാരിസൺ. ബട്ട് ഇ ക്യൂവിൽ നമ്മൾ പോയിന്റർ കമ്പാരിസണും കൂടി ചെയ്തിരുന്നു. ഇനി നമുക്ക് ലിസ്റ്റ് ആൻഡ് നൾ എന്ന് പറയുന്ന പ്രെഡിക്കേറ്റ് ഫങ്ഷൻസ് നോക്കാം. ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു പാരാമീറ്റർ ആണ് എടുക്കുന്നത്, അത് ട്രൂ റിട്ടേൺ ചെയ്യുന്ന എപ്പോഴാണ് ലിസ്റ്റിൽ പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അത് ഫോൾസ് റിട്ടേൺ ചെയ്യും. ഓക്കെ, അതായത് പാരാമീറ്റർ ഇസ് എ ലിസ്റ്റ്. ഒരു ലിസ്റ്റിനുള്ളിൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ലിസ്റ്റാണ്. ലിസ്റ്റ് ഇസ് റെപ്രസെൻറ്റഡ് ആസ് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണല്ലോ. So a list is there, so here a list is present, so it will be returning true. null എന്ന് പറയുമ്പോൾ ഒരു പാരാമീറ്റർ ആണ് എടുക്കുന്നത്. പാരാമീറ്റർ എം ടി ലിസ്റ്റ് ആണെങ്കിൽ അത് ട്രൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ അത് ഫോൾസ് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇത് എം ടി ലിസ്റ്റ് അല്ല, ഈ ഒരു ലിസ്റ്റിൻ്റെ അകത്ത് വേറൊരു ചെറിയ ലിസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അത് ഫോൾസ് ആണ്. ദിസ് ഇസ് നോട്ട് എം ടി. ഓക്കെ, ഇനി നമുക്ക് സ്കീം ഫംഗ്ഷൻ മെമ്പർ നോക്കാം. സോ സ്കീം എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വരുന്ന ഒരു ഫംഗ്ഷൻ ആണ് മെമ്പർ. മെമ്പർ എന്ന് പറയുന്നത് ഒരു ആറ്റമും കൺസിഡർ ചെയ്യും, അതുപോലെ തന്നെ സിമ്പിൾ ലിസ്റ്റും കൺസിഡർ ചെയ്യും. സോ ഇഫ് ദർ ഇസ് എ ആറ്റം ഇൻ ദ ലിസ്റ്റ് ഇറ്റ് വിൽ റിട്ടേൺ ട്രൂ, എൽസ് ഇറ്റ് വിൽ റിട്ടേൺ ഫോൾസ്. സോ ഇവിടെ നമ്മൾ ഡിഫൈൻ ഫംഗ്ഷൻ ഒക്കെ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ലിസ്റ്റ് ഉണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ ആറ്റം ഉണ്ടോ എന്നാണ് നോക്കുക, അതായത് മെമ്പർ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. സോ വി ആർ യൂസിങ് മെമ്പർ ഫംഗ്ഷൻ. So we are finding out the list and taking the first elements of the list. അങ്ങനെ ഫസ്റ്റ് എലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ട്രൂ ആയിട്ടാണല്ലോ, അതല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മെമ്പേഴ്സ് ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിലുള്ള മെമ്പേഴ്സിൻ്റെ ഒക്കെ ആറ്റം എടുക്കാനാണ് ഈ ഒരു മെമ്പർ ATM എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈക്വൽ സിമ്പിൾ എന്ന് പറഞ്ഞാൽ രണ്ട് സിമ്പിൾ ലിസ്റ്റ് പാരാമീറ്റേഴ്സ് ആയിട്ട് എടുക്കും. രണ്ട് സിമ്പിൾ ലിസ്റ്റും ഈക്വൽ ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇവിടെ രണ്ട് ലിസ്റ്റാണ് നമ്മളത് റീഡ് ചെയ്യുന്നത്. സോ ലിസ്റ്റ് 1 ആദ്യം നള്ളാണോ നോക്കുന്നുണ്ട്, ലിസ്റ്റ് 2 നള്ളാണോ നോക്കുന്നുണ്ട്. പിന്നെ ലിസ്റ്റ് 2 നള്ളാണെങ്കിൽ ഫോൾസ് റിപ്ലൈ എന്നും പറയുന്നുണ്ട്. ഇനി ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ആദ്യത്തെ ഫുള്ളി ആ ലിസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈക്വൽ അല്ല എങ്കിൽ നമുക്ക് ഫോൾസ് റിട്ടേൺ ചെയ്യാം, ഈക്വൽ ആണെങ്കിൽ നമുക്ക് ട്രൂ റിട്ടേൺ ചെയ്യാം. അവിടെ ഈക്വൽ കണ്ടീഷനും കൂടി നമ്മൾ നോക്കുന്നുണ്ട്. നെക്സ്റ്റ് ഈക്വൽ. അപ്പോൾ നമ്മൾ ഇ ക്യു പഠിച്ചു, ഇ ക്യു വി പഠിച്ചു. ഇനി പഠിക്കുന്നത് ഈക്വൽ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഈക്വൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ ജനറൽ ലിസ്റ്റാണ് പാരാമീറ്റേഴ്സ് ആയിട്ട് എടുക്കുന്നത്. രണ്ട് ലിസ്റ്റ് ഈക്വൽ ആണെങ്കിൽ ട്രൂ പ്രിൻറ്റ് ചെയ്യും, രണ്ട് ലിസ്റ്റ് ഫോൾസ് ആണെങ്കിൽ ഈക്വൽ അല്ല എങ്കിൽ ഫോൾസ് ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. ഹിയർ ഓൾസോ സെയിം, വി ഹാവ് എ ഡിഫൈൻഡ് ഫംഗ്ഷൻ. രണ്ട് ലിസ്റ്റ് ഈക്വൽ ആണോ നോക്കും, അതിൻ്റെ കണ്ടീഷൻ ഇസ് ചെക്ക്ഡ്. ലിസ്റ്റ് 1 ലിസ്റ്റ് 2, അതായത് ഇൻവേർഷൻ ഓപ്പറേഷനാണ് ഈ നോട്ട് വെച്ച് ഉദ്ദേശിക്കുന്നത്, whether we are finding them as equal. അപ്പോൾ രണ്ട് ലിസ്റ്റ് നള്ളാണോ നോക്കി, രണ്ട് ലിസ്റ്റ് ഈക്വൽ ആണോ നോക്കി. അപ്പം നള്ളല്ലാന്നുണ്ടെങ്കിൽ നള്ളാണെങ്കിൽ ഓക്കെ, നമുക്ക് ഇനി ഈക്വലിറ്റി കണ്ടീഷൻ നോക്കാൻ പറ്റില്ല. നള്ളല്ലാത്ത കേസിൽ വരുമ്പോൾ നമ്മൾ വീണ്ടും ഈക്വൽ ആണോ നോക്കി അതിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ എടുത്തു.
ഇനി എലമെൻറ്റ്സ് ഇല്ലാത്ത കേസിൽ നമ്മൾ ഫോൾസ് റിട്ടേൺ ചെയ്യും. ഇനി എപ്പൻഡ് എന്ന് പറയുന്ന സ്കീം ഫംഗ്ഷൻ പാരാമീറ്ററിലെ രണ്ട് ലിസ്റ്റിലെ പാരാമീറ്റേഴ്സ് എടുക്കും. ആദ്യത്തെ പാരാമീറ്റർ ലിസ്റ്റ് റിട്ടേൺ ചെയ്യുമ്പോൾ കൂടെ തന്നെ അത് സെക്കൻഡ് പാരാമീറ്റേഴ്സിൻ്റെ ലിസ്റ്റ് ഫസ്റ്റ് പാരാമീറ്റേഴ്സിൻ്റെ കൂടെ എപ്പൻഡ് ചെയ്തിട്ടുണ്ടാവും. അതായത് കമ്പൈൻ ചെയ്യുക, കൺകാറ്റനേറ്റ് ചെയ്യുക. So here we are appending list 1 and list 2. So first we are checking whether list 1 is null, അതുപോലെ തന്നെ ലിസ്റ്റ് 2 null. അങ്ങനത്തെ എല്ലാത്ത കേസിൽ നമുക്കതിനെ ലിസ്റ്റ് 1 ലിസ്റ്റ് 2 അപ്പൻഡ് ചെയ്യുക. സോ ഇവിടെ ആദ്യത്തെ എലിമെൻറ്റ്സ് എടുത്തിട്ട് പിന്നെ ലിസ്റ്റ് 2 ആയിട്ട് അപ്പൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വി ഹാവ് ലെറ്റ് ഓപ്പറേഷൻ ലാംഡ എക്സ്പ്രഷനും കൂടി വരുന്നതാണ്. ഇത് ലാംഡ എക്സ്പ്രഷൻ്റെ ഒരു ഷോർട്ട് ഹാൻഡ് ആയിട്ടാണ് നമ്മൾ ലെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഇത് പഠിച്ചിരുന്നു. നമുക്കിപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഫംഗ്ഷൻ കൊടുക്കും, എന്നിട്ടാണ് നമ്മൾ പാരാമീറ്റേഴ്സ് കൊടുക്കുന്നത്. സോ ഹിയർ ആൽഫ 7, ദെൻ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ, ദെൻ 5 ആൽഫ. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ വിൽ ബി ഡൺ ബിറ്റ്വീൻ 5 ആൻഡ് ആൽഫ, ആൻഡ് ദിസ് ഇസ് സെയിം ആസ് ലാംഡ ആൽഫ സ്റ്റാർ 5 ആൽഫ ആൻഡ് 7. സോ ലെറ്റ് എന്ന് പറയുന്നത് ലാംഡ എക്സ്പ്രഷൻ്റെ ഒരു ഷോർട്ട് ഹാൻഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഒരു ലെറ്റിൻ്റെ എക്സാമ്പിൾ കാണാം. നമ്മൾ ആ ക്വാഡ്രാറ്റിക് റൂട്ട്സ് ഓഫ് ABC ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സോ നമുക്കറിയാം ഡിസ്ക്രിമിനൻ്റ് എന്ന് പറയുന്നത് b² - 4ac ആണ്. അതുപോലെ തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് -b ± √b² - 4ac / 2a അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് റൂട്ട് പാർട്ടാണ് കണ്ടുപിടിക്കുന്നത്. അതായത് ഡിസ്ക്രിമിനൻ്റ് പാർട്ട്, ദാറ്റ് ഇസ് b² - 4ac, ദെൻ വി ആർ ഡിവൈഡിങ് ബൈ 2a. അതുപോലെ തന്നെ -b ± √ ആ കേസസ് ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് റൂട്ടിൻ്റെ നെഗറ്റീവ് പാർട്ടും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്, റൂട്ടിൻ്റെ പോസിറ്റീവ് പാർട്ടും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ലെറ്റ് ഫംഗ്ഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ഫംഗ്ഷനാണ് ആദ്യം വരിക, എന്താണ് ചെയ്യുന്നുള്ള ഫംഗ്ഷൻ ആദ്യം വരിക. സോ ഇവിടെ ആദ്യം കണ്ടുപിടിക്കുന്നത് 4 × a × c ആണ്. പിന്നെ b × bയും കണ്ടുപിടിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇത്രയും കാര്യങ്ങൾ -4ac, അതായത് b² - 4ac ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിവൈഡ് ചെയ്യുന്നത് 2a കൂടെയാണ്. എന്നിട്ട് അതിലാണ് നമ്മൾ മൈനസ് ഓപ്പറേഷൻ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസിങ് ലെറ്റ് വെച്ചിട്ടൊരു എക്സാമ്പിൾ ആണിത്. നെക്സ്റ്റ് വി ഹാവ് ദ ടെയിൽ റിക്കേർഷൻ ഇൻ സ്കീം. അപ്പോൾ ഒരു ഫംഗ്ഷൻ നമ്മൾ ടെയിൽ റിക്കേഴ്സീവ് ആണോ അല്ലയോ എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ലാസ്റ്റ് ഓപ്പറേഷനിൽ ഒരു റിക്കേഴ്സീവ് കോൾ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഇഫ് ഇറ്റ്സ് റിക്കേഴ്സീവ് കോൾ ഇസ് ദ ലാസ്റ്റ് ഓപ്പറേഷൻ ഓഫ് ദ ഫംഗ്ഷൻ. ഫംഗ്ഷനിലെ ലാസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു റിക്കേഴ്സീവ് കോളാണ്. അതായത് നമ്മളിപ്പോൾ ഫാക്ടോറിയൽ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പം ആദ്യം ഫാക്ടോറിയൽ ഓഫ് n വിളിക്കും, പിന്നെ n-1 വിളിക്കും, n-2 വിളിക്കും. സോ ഇപ്പോൾ 5 ഫാക്ടോറിയലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ വി ഫൈൻഡ് 5 ഫാക്ടോറിയൽ ഇൻ 5 ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു 5 × 4 × 3 × 2 × 1. അപ്പോൾ എവറി ടൈം വി ആർ റെഡ്യൂസിങ് ദ നമ്പർ 5 - 1. So that time the last statement in the function will be a recursive call. So hence we can say that it is tail recursive. So a tail recursive function can be automatically converted by a compiler to use iteration, making it faster. നമുക്കത് ഐറ്ററേഷന് വേണ്ടിയും tail recursive function യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ കമ്പൈലേഷൻ പ്രോസസ്സ് കുറച്ചും കൂടി സ്പീഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. Third point, scheme language definition requires that scheme language systems convert all tail recursive function to use iteration. ഇപ്പോൾ സ്കീം ലാംഗ്വേജിൽ നമ്മൾ tail recursion ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം tail recursive ആയിട്ട് വരുന്ന എല്ലാ കാര്യത്തിനെയും നമ്മൾ ഐറ്ററേഷന് വേണ്ടി യൂസ് ചെയ്യും. ഇനി നമുക്ക് tail recursive സ്കീമിൽ ഒരു എക്സാമ്പിൾ കാണാം. ഇതൊരു ഫംഗ്ഷൻ നമ്മൾ റീറൈറ്റ് ചെയ്യുവാണ്. അതിനെ tail recursive ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ റീറൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. So here the original program we are finding the factorial of the n. We are checking whether n is less than or equal to 0. If n is less than or equal to 0, you can print 1. Else you can find out n into factorial of n-1. So here it is actually the recursion is happening. This is the function is calling again and again itself, and that mechanism is known as recursion. So whenever we convert this into tail recursive, we find out and we define an operation that is using fact partial. അപ്പോൾ പിന്നെ ടെയിൽ റിക്കേഴ്സീവ് എന്ന് പറയുമ്പം ആ ഒരു പ്രോഗ്രാമിനെ കുറേ വട്ടം ഐറ്ററേറ്റ് ചെയ്യുന്ന വിധത്തിൽ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹിയർ വി ആർ ഫൈൻഡിങ് വെദർ n is less than or equal to 0, then we are calling fact partial, then fact helper function. സോ ഫാക്ട് ഹെൽപ്പർ n ഫാക്ട് പാർഷ്യൽ എന്ന് പറയുന്ന ഈ ഫംഗ്ഷനാണ്. ഫാക്ടോറിയൽ n എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ഫംഗ്ഷനാണ്. അവിടെ ഫാക്ട് ഹെൽപ്പർ n1 എന്നുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ഫാക്ട് ഹെൽപ്പറും ഫാക്ട് പാർഷ്യലും രണ്ട് ഫംഗ്ഷനാണ്. ഈ ഒരു ഒറ്റ കോഡിനെ രണ്ട് ഫംഗ്ഷനായിട്ട് എഴുതിയിട്ട് നമ്മൾ അതിനെ ഐറ്ററേറ്റീവായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊസീജിയറിനെയാണ് വി സേ ഇറ്റ് ആസ് ടെയിൽ റിക്കേഴ്സീവ്. നെക്സ്റ്റ് വി ഹാവ് ഫങ്ഷണൽ ഫോം, ദാറ്റ് ഇസ് കമ്പോസിഷൻ.
കമ്പോസിഷൻ എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി പണ്ട് മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ജി കമ്പോസിഷൻ എഫ്, ജി കമ്പോസിഷൻ എച്ച്, ഡോട്ട് പ്രോഡക്റ്റ് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് അതിനെ കമ്പോസിഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് എ ഡോട്ട് ഓപ്പറേഷൻ. ആ ഡോട്ട് എന്ന് പറയുന്നത് ക്യാൻ ബി പ്ലസ് ഓപ്പറേഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ, ഡിവിഷൻ ഓപ്പറേഷൻ, എക്സെട്ര. So here H is a composition of F and H, that is H of X, where H of X is equal to F of G of X. അപ്പോൾ ആദ്യം നമ്മൾ എക്സ് ഉള്ളടുത്ത് ജി ഓഫ് എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യണം, പിന്നെ ജി ഓഫ് എക്സ് ഉള്ളടുത്ത് എഫ് ഓഫ് എക്സ്, പിന്നെ അങ്ങനെ റീപ്ലേസ് ചെയ്യണം. സോ ഹിയർ വി ഹാവ് ജി ഓഫ് എക്സ് മൾട്ടിപ്ലിക്കേഷൻ 3x. അപ്പോൾ ഇവിടെ 3 എക്സിൻ്റെ കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഓപ്പറേഷനാണ്. ഇവിടെ 2x ആഡ് ചെയ്യുന്ന ഓപ്പറേഷനാണ്. ഇവിടെ 3x ആദ്യം മൾട്ടിപ്ലൈ ചെയ്യും, പിന്നെ 2 കൊണ്ട് അതിനെ ആഡ് ചെയ്യുന്ന ഓപ്പറേഷനാണ്. ഇതാണ് കമ്പോസിഷൻ ഓപ്പറേഷൻ. സോ നോർമൽ കമ്പോസിഷൻ മാത്തമാറ്റിക്കലി ആണ് ഈ ഓപ്പറേഷൻ പറയുന്നത്. ഇനി സ്കീമിൽ വരുമ്പോൾ നമ്മൾ ഫങ്ഷണൽ കമ്പോസിഷൻ എന്ന് പറയുന്നത് നമ്മൾ കമ്പോസ് എന്നൊരു കീവേഡ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ദാറ്റ് ഈസ് കമ്പോസ് എഫ് ജി എന്ന് പറയുമ്പോൾ വി ആർ ഫൈൻഡിങ് ഔട്ട് ദ കമ്പോസിഷൻ ഓപ്പറേഷൻ ഓഫ് എഫ് ആൻഡ് ജി യൂസിങ് ദ ലാംഡ എക്സ്പ്രഷൻ എക്സ് എഫ് ജി ഓഫ് എക്സ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം നമ്മൾ അത് കൂടാതെ തന്നെ സി ആർ സി ഡി ആർ ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇവിടെ എ ബി സി ഡി എന്ന് പറയുന്നതാണ് നമ്മുടെ ലിസ്റ്റ്. സോ ഓക്കെ, സോ നമ്മൾ ആദ്യം സി ഡി ആർ എടുക്കുമ്പോൾ ആദ്യത്തേത് പോകും, പിന്നെ സി ആർ എടുക്കുമ്പോൾ തൊട്ട് ലിസ്റ്റിന് ശേഷം വരുന്ന സി. അതുകൊണ്ടാണ് തേർഡ് എലിമെൻറ്റ് സി ആയിട്ട് എടുക്കുന്നത്. ബിക്കോസ് വി ആർ ഫൈൻഡിങ് ഔട്ട് ദ തേർഡ് എ ലിസ്റ്റ്. തേർഡാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ എവറി ടൈം യു ക്യാൻ യൂസ് സി എ ആർ സി ഡി ആർ ഡിപ്പെൻഡിങ്. സി ആർ സി ഡി ആർ ഒക്കെ എന്താണെന്ന് പ്രീവിയസ് ക്ലാസ്സസിലേ പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് മോഡ്യൂൾസിലും പറഞ്ഞിട്ടുണ്ട്. അതേ സെയിം ഓപ്പറേഷൻ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് പഠിച്ചാൽ മാത്രമേ ഇതിലേക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ദ ഫങ്ഷണൽ ഫോം ദാറ്റ് ഇസ് അപ്ലൈ ടു ഓൾ. അപ്പോൾ കോമ്പോസിഷൻ പഠിച്ചു, പിന്നെ അപ്ലൈ ടു ഓൾ എന്ന് പറയുമ്പോൾ എല്ലാ കേസിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരെണ്ണത്തിന് മാത്രം നമ്മൾ അപ്ലൈ ചെയ്യുന്നതല്ല, എല്ലാ എലിമെൻറ്റ്സും നമ്മൾ അപ്ലൈ ചെയ്യുന്ന രീതിയിലാണ് അപ്ലൈ ടു ഓൾ വരുന്നത്. ദിസ് ഇസ് എ വൺ ഫോം ഇൻ സ്കീം ദാറ്റ് ഇസ് മാപ്പ് ഫംഗ്ഷൻ. ഇതെന്ന് പറയുന്നത് നമുക്ക് ഒരു ഗിവൺ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് എല്ലാ എലിമെൻറ്റ്സിനും വേണ്ടി മാപ്പ് ചെയ്യാനാണ്. സോ ഹിയർ യു ക്യാൻ ഹാവ് എ ഡിഫൈൻ ദാറ്റ് ഇസ് മാപ്പ് ഫൺ ലിസ്റ്റ്. പിന്നെ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിസ്റ്റിൽ നമ്മൾ അത് നള്ളാണോ ചെക്ക് ചെയ്യാം. ലിസ്റ്റ് നള്ളാണോ ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊന്നും വേണ്ട റിട്ടേൺ ചെയ്യാം. അതല്ലെങ്കിലും നമുക്ക് അതനുസരിച്ച് മാപ്പ് ചെയ്യാം. So here you can see one example, that is map a lambda expression num. We are finding out multiplication of num num num. അപ്പോൾ num into num into num ആണ് ഇവിടെ നമ്മൾ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ we have 3, 4, 2 and 6. അപ്പോൾ ഇങ്ങനെ ഒരു കോട്ടേഷൻ ഓപ്പറേഷൻ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യും? ഒരു നമ്പർ ഉണ്ടെങ്കിൽ അത് 3 വട്ടം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3 into 3 into 3 will give you 27. 4 into 4 into 4 will give you 64. 2 into 2 into 2 will give you 8. And 6 into 6 into 6 will give you 206. That is actually meaning we are finding out the cube of all these numbers. അപ്പം ഒരെണ്ണത്തിന് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ, ബട്ട് അത് എല്ലാത്തിലും അപ്ലൈ ആവുന്നുണ്ട്. നെക്സ്റ്റ് ഫങ്ഷൻസ് ദാറ്റ് ബിൽഡ് കോഡ്. അപ്പോൾ കോമ്പോസിഷൻ പഠിച്ചു, അപ്ലൈ ടു ഓൾ പഠിച്ചു. ഇനി കോഡ് ബിൽഡ് ചെയ്യുന്ന ഫങ്ഷൻസ്. സോ സ്കീമിൽ തന്നെ നമുക്ക് ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യാനും അതുപോലെ തന്നെ അത് വെച്ച് നമുക്ക് കോഡ് ബിൽഡ് ചെയ്യാനും അതിന് റിക്വസ്റ്റ് ചെയ്യാനും നമുക്കതിന് സാധിക്കും. അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്റർപ്രിറ്റർ വെച്ച് യൂസ് ചെയ്യുന്ന ഒരു യൂസർ അവൈലബിൾ ഫംഗ്ഷനാണ് ഇവാൽ. മെയിൻലി ഇവാലുവേഷൻ പർപ്പസിന് മാത്രമല്ല, വേറെ ഇൻ്റർപ്രിറ്റർ ഓപ്പറേഷൻസിനും നമുക്ക് ബിൽഡ് ചെയ്യാനും കൂടിയിട്ടാണ് ഇവാൽ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവാൽ ഫംഗ്ഷൻ വെച്ചിട്ട് ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് എൻ ആഡർ ഫംഗ്ഷൻ, വി ഹാവ് എ ലിസ്റ്റ്. ഇതാണ് നമ്മുടെ ലിസ്റ്റ്. അപ്പോൾ ലിസ്റ്റ് ആദ്യം നള്ളാണെങ്കിൽ നമുക്കതിനെ 0 റിട്ടേൺ ചെയ്യാം. ലിസ്റ്റ് നള്ള അല്ലെങ്കിൽ നമ്മളതിനെ ലിസ്റ്റിലേക്ക് നമ്മൾ പ്ലസ് ഓപ്പറേഷൻ ചെയ്യാം. ഓരോ വട്ടം നമ്പേഴ്സിന് നമ്മളതിനെ ആഡ് ചെയ്യാം. സോ ഹിയർ വി ആർ യൂസിങ് ആഡർ. ദാറ്റ് ഇസ് ആഡർ ഇസ് ബേസിക്കലി ആൻ ഇൻസേർഷൻ ഓപ്പറേറ്റർ വിച്ച് ഇൻസേർട്ട് എ പ്ലസ് ഓപ്പറേറ്റർ ആൻഡ് ഇവാലുവേറ്റ്സ് ദ റിസൾട്ടിങ് ലിസ്റ്റ്. അപ്പോൾ ഇവിടെ എ ലിസ്റ്റിൻ്റെ കൂടെ നമ്മൾ പ്ലസ് ആഡ് ചെയ്യുന്നതനുസരിച്ച് ലിസ്റ്റിലെ എല്ലാ എലിമെൻറ്റ്സിൻ്റെയും സം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഈ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കോൺസ് കണ്ടീഷൻ യൂസ് ചെയ്യണം. കാരണം നമ്മൾ അറ്റോമിക് നമ്പേഴ്സിനാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സിംഗിൾ എലിമെൻറ്റ് നമ്പേഴ്സ് ആണല്ലോ യൂസ് ചെയ്യുന്നത്. സോ വി ഷുഡ് ആഡ് ദിസ് പ്ലസ് സിമ്പിൾ. അതുപോലെ തന്നെ കോട്ടും ചെയ്യണം. അതുപോലെ തന്നെ പുതിയ ലിസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ന്യൂ ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. And then we have comparing functional and imperative languages. അപ്പോൾ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് നമ്മൾ പഠിക്കുന്നത് ഈ ഒരു സെക്ഷനിൽ. ഇമ്പറേറ്റീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി കണ്ടുവരുന്ന ലാംഗ്വേജസും അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെയാണ്. സോ ഇൻ ഇമ്പറേറ്റീവ് ലാംഗ്വേജ് വി മെയിൻലി ഹാവ് അഡ്വാൻറ്റേജസ് ദാറ്റ് എഫിഷ്യൻറ്റ് ഇൻ എക്സിക്യൂഷൻ, കോംപ്ലെക്സ് സിമാൻറ്റിക്സ്, കോംപ്ലെക്സ് സിൻടാക്സ് ആൻഡ് ഓൾസോ കൺകറൻസി ഓഫ് ദ പ്രോഗ്രാമർ ഡിസൈൻ. കൺകറൻസി പ്രോഗ്രാമറാണ് ഡിസൈൻ ചെയ്യുന്നത്. ബട്ട് ഫങ്ഷൻ ലാംഗ്വേജിൽ വരുമ്പം സിമാൻറ്റിക്സ് കുറച്ചും കൂടി എളുപ്പമാണ്, സിൻടാക്സ് കുറച്ചുകൂടി എളുപ്പമാണ്.
എഫിഷ്യൻറ്റ് എക്സിക്യൂഷൻ അത്ര ഇല്ല. ഓക്കെ, ബട്ട് ഇമ്പറേറ്റീവ് ലാംഗ്വേജിൽ എക്സിക്യൂഷൻ എഫിഷ്യൻ്റ് ആണ്. ഫങ്ഷണൽ ലാംഗ്വേജിൽ വരുമ്പോൾ എഫിഷ്യൻറ്റ് എക്സിക്യൂഷൻ അത്ര ഇല്ല. അതുപോലെ തന്നെ പ്രോഗ്രാമിന് അതനുസരിച്ച് കൺകറൻസി സാറ്റിസ്ഫൈ ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയാണ് ഫങ്ഷണൽ ലാംഗ്വേജ് എന്തൊക്കെയാണ്, അതിൻ്റെ കൺകറൻസിയും അതിനെ കമ്പയറിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ബാക്കി പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ബാക്കി വരുന്ന പ്രൊലോഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കും. ദാറ്റ്സ് ഓൾ ഇൻ ദിസ് സെക്ഷൻ. താങ്ക് യു.